ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് റാൻഡംലി വരുന്ന കമൻസിനുള്ള റിപ്ലൈ. അയ്യോ എന്ന് വെച്ചിട്ട് നെഗറ്റീവ് കമൻസ് ഒന്നും അല്ല കേട്ടോ. പോസിറ്റീവായിട്ട് ഞാൻ സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ഒരു വീഡിയോയിലൂടെ തരാമെന്ന് ഓർത്തു. ഫസ്റ്റിൽ ഞാൻ പറയാൻ പോണത് ഹൗ ടു മേക്ക് മൈ സ്റ്റഡി മോർ പ്രൊഡക്റ്റീവ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ റാൻഡംലി പല ടൈപ്പിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് സ്റ്റഡിയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ വ്ളോഗാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ടിപ്സ് ആണെങ്കിലും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ ഗോൾസ് ഇല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കിട്ടുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്. ആ ഗോൾ മാത്രം പോരെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനും മുന്നോട്ട് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും. പിന്നെ പഠിക്കുന്ന കാര്യത്തിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിലും പ്രൊക്കാസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നതോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ ഒരു തീരുമാനത്തിലെത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ കുറേ വേറെ ആരുടെയെങ്കിലും മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടോ വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതൊക്കെ മാറ്റി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്പാവും. അതായത് ഒട്ടും പഠിക്കാത്തവർക്ക്, ഒട്ടും പഠിച്ചു തുടങ്ങാത്തവർക്ക്, ഇനിയിപ്പോൾ പഠിക്കണം എന്ന് മനസ്സിലുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത്. അതായത് ഫസ്റ്റ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ചെയ്തപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു കാര്യമാണ് ഈ ജേർണലിംഗ് എഴുതുക. ഡെയിലി എന്താണോ ചെയ്യാൻ പോണ കാര്യങ്ങൾ കിടക്കുന്നതിന് മുന്നേ എഴുതി വെച്ച് അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു കാര്യത്തിൽ ഞാൻ സക്സസ് ആയിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണത്, നിങ്ങൾക്ക് പഠിക്കാൻ പ്രൊക്കാസ്റ്റ് ചെയ്ത് വെക്കുന്നവരാണെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു ജേർണലിംഗ് എഴുതുമോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ജേർണലിങ്ങും ടു ഡു ലിസ്റ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ജേർണലിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുമ്പം അത് കുറച്ചും കൂടെ കളർഫുൾ ആവും. അപ്പോൾ നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹാപ്പി ഉണ്ടാവും. ഇനിയും അതിൽ കൂടുതൽ ചെയ്യാനുള്ളൊരു എനർജി എവിടെ നിന്നോ കിട്ടുന്ന പോലെയൊക്കെ തോന്നും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഫസ്റ്റിലെ നമ്മൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോഴും ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഇടയ്ക്ക് ടൈമിലൊക്കെ. കാരണം ഞാനും ഇടയ്ക്ക് നല്ല മോട്ടിവേഷൻ കുറവും പഠിക്കാൻ മടിയും ഒക്കെ എനിക്കും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു, ഒരു ടൈമർ സെറ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒരു വാച്ചാണെങ്കിലും സ്റ്റോപ്പ് എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു ടൈം വെച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ അത് ഒരു പ്രൊഡക്റ്റീവായി തോന്നും. അപ്പം നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഞാൻ കുറച്ച് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. ചെറിയ പാർട്സാക്കി തിരിക്കും. നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ തോന്നുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ ദിവസം ഒരു 2 hours നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമല്ലോ. അപ്പം ഞാനിവിടെ ഈ ടോപ്പിക്സ് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കണത് 2 hours കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മളെ കൊണ്ട് എത്ര ടൈമിനുള്ളിൽ ഇന്ന ടോപ്പിക്ക് തീർക്കാൻ പറ്റും എന്നൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പോയിൻ്റ് ചെയ്യണത്. ഇതുപോലെ 2 hours ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ 2 hours അത് പഠിച്ച് കഴിഞ്ഞിട്ട് അത് പഠിക്കും എന്ന രീതിയിലാണ് പഠിക്കാതിരിക്കുന്നതും. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാലും കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. കീപ് ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി അവേഴ്സ്. അങ്ങനെ ടൈം നമ്മൾ പുഷ് ചെയ്ത് നമ്മളെ ഒരു കംഫോർട്ട് സോണിൽ കൊണ്ട് നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് തോന്നത്തുള്ളൂ. കാരണം ഇന്നൊരു 2 hours പഠിച്ചിട്ട് നാളെ കുറേ ദിവസത്തേക്ക് പഠിച്ചില്ലെങ്കിലോ, അപ്പോൾ നമ്മൾ അന്ന് പഠിച്ച 2 hours നമുക്ക് ഒരിക്കലും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയിലി നിങ്ങൾ ഒരു 2 hours തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ടൈം ഇൻക്രീസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ ഗ്രാജുവലി ആ ഒരു 2 hours 4ഉം 3ഉം 5ഉം അങ്ങനെ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവായി മാറും. നോട്ട്സ് പഠിക്കുന്നത് കൂടാതെ ഞാനിങ്ങനെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തും ഒരു സർക്കിളൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പം റിവൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് ഭയങ്കര ഹെൽപ്പാണ്. പിന്നെ ഈ 2 hours ഫസ്റ്റിലെ പഠിക്കാനിരിക്കുന്നവരോട് കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് 2 hours പഠിക്കാനിരിക്കുമ്പം ഒരു 30 മിനിറ്റ് പഠിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 5 മിനിറ്റ് ബ്രേക്കിനുള്ളിൽ പോയി സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണുക, ഇൻസ്റ്റ നോക്കുക, അതൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ചെയ്യുമ്പം 5 മിനിറ്റ് എന്നുള്ളത് 5 മണിക്കൂറായാലും കഴിയില്ല. അതിൽ തന്നെ നമ്മൾ സ്ട്രക്കായി പോകും. പിന്നെ പ്രൊക്കാസ്റ്റ് ചെയ്ത് പിന്നെയും നമ്മൾ ന്യൂ ഡേ തുടങ്ങാം, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകും.
അപ്പം അതിലും ബെറ്റർ നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബാക്ക് ടു വന്ന് ഇരിക്കുക ചെയ്യില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ഈ ചെറിയ ബ്രേക്ക് എടുക്കുന്ന ആളല്ല ഞാൻ. കാരണം അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പം എനിക്ക് നോർമലി പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു ലോങ് ബ്രേക്ക് എടുക്കാതെ 5 മിനിറ്റും ബ്രേക്ക് എടുക്കില്ല. ഇപ്പോൾ 3 hours പഠിക്കുന്ന ടൈമിൽ ആ 3 hours കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് എണീക്കാറുള്ളൂ. പലർക്കും ഡിഫറെൻറ്റ് അപ്രോച്ചാണല്ലോ ഓരോ കാര്യത്തിലും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒരു ലോങ് ബ്രേക്ക് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പഠിക്കുക. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hour കൊണ്ട് ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് റിവൈസിങ് ആട്ടോ. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷൻ ഒരു 1 hour കൂടെ ബാക്കി കൂടെ പഠിക്കാനുള്ളത് എനിക്കുള്ളൂ. പിന്നെ ഒരു 60 മിനിറ്റ് ഒരു 1 hour നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കുവാണെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. പിന്നെ നിങ്ങൾ കൂടുതൽ ടൈം പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ 6 hours ഒക്കെ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാനുള്ള ടൈമും കൂടെ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് തോന്നും. നമ്മളെല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുമ്പം നമ്മൾ കുറേ വർഷം ഇട്ട് കഷ്ടപ്പെടുത്താതെ, നമ്മൾ തന്നെ സ്വയം കഷ്ടപ്പെടാതെ പഠിക്കുന്ന ടൈമിൽ ഒരടുക്കും ചിട്ടയൊക്കെ വെച്ച് നമ്മളോട് തന്നെ നീതി പുലർത്തി ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു ഇയറിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മളത് നേടിയെടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. എന്താ പറയുക, അപ്പം നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് കിട്ടും. അല്ലാതെ നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് അത് ലോങ് ജേർണി ആക്കി മാറ്റാതെ മാക്സിമം ഷോർട്ട് ജേർണി ആക്കി മാറ്റാൻ ശ്രമിക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒട്ടും പഠിക്കാൻ ഇഷ്ടമല്ലാത്ത ടോപ്പിക്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അത് എത്ര പഠിച്ചാലും നമ്മുടെ ബ്രെയിനിലോട്ട് ഇരിക്കില്ല, മറന്നു പോകും. എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്താലും അത് നമ്മൾ വീണ്ടും വീണ്ടും മറക്കും. ഇറ്റ്സ് എ പ്രോസസ്സ്. സിംപ്ലി ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പഠിക്കുക, മറക്കുക, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പിന്നെ വീണ്ടും വായിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഓർമ്മ കാണും, പിന്നെ അതിൽ പിടിച്ച് വീണ്ടും വായിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് കുറച്ച് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ടിപ്സ് ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ്ലി, ബ്രേക്ക് ദി ഇൻഫർമേഷൻ ഇൻ ടു സ്മോൾ പീസസ്, റിവൈസ് ദം റെഗുലർലി. ദെൻ സംടൈം മെമ്മറൈസ് ദി ഇൻഫർമേഷൻ ഇൻ ടു ടെൽ എ സ്റ്റോറി. നമുക്ക് പഠിക്കുന്ന ടൈമിൽ ഒരു പിയർ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു സ്റ്റോറി രൂപത്തിൽ അതിനെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ ഒരേ പ്ലേസിലിരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് റീഡിങ് റൂമിൽ പോകും, ഇടയ്ക്ക് പ്ലേസ് ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ പഠിക്കുന്നത്. പിന്നെ ഞാൻ മെയിൻലി ചെയ്യുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഇറ്റ് അപ്പ് ഇൻ സ്മോൾ പേപ്പർ. ഇതുപോലെ എപ്പോഴും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് എഴുതുന്നത് ജോഗ്രഫി തന്നെയാണ്. അതിൽ കുറച്ച് തിയറീസ്, കോൺസെപ്റ്റൊക്കെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പം, ഇത് പഠിക്കുന്ന ടൈമിലുള്ളൂടെ നോക്കത്തുള്ളൂ. അങ്ങനെ ഓർക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 2 hours ഞാൻ എന്തൊക്കെയാണോ പഠിക്കാൻ വെച്ചിരുന്നത് അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 hours കൊണ്ട് ഇതുപോലെ ഓരോ സെക്ഷനാക്കി കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ മെയിൻ ഹെഡിങ് ഞാൻ ലാസ്റ്റ് ഡേയ്സിൽ നൈറ്റ് എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സബ് ടോപ്പിക്സ് എടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ട് എഴുതി അതിലൊരു ടാർഗറ്റ് ടൈം വെച്ചിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഓരോ ടോപ്പിക്സും 2 hours സെക്ഷൻ, 3 hours സെക്ഷൻ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് പോണേ. പിന്നെ ഞാൻ UPSCക്ക് ഏത് സ്റ്റഡി മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോടാണ്. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നോട്ട്സ് തന്നെയാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ ചില സബ്ജക്റ്റുകൾക്ക് ക്ലാസ് നോട്ട്സ് റെഫർ ചെയ്യാറുണ്ട്. എന്താണോ ഞാൻ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ പഠിച്ചു പോയത് അത് തന്നെയാണ് എപ്പോഴും റിവൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തത്. പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ, ഈ കറണ്ട് അഫേഴ്സൊക്കെ ഓക്കെ, അല്ലാതെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെയും പഠിക്കാൻ. കാരണം കൂടുതൽ സ്മാർട്ട് വർക്ക് മീൻസ് എത്രത്തോളം കുഞ്ഞാക്കോ അത്രത്തോളം ചെറുതായിട്ട് പഠിക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട്. ഇത് വാജിറാമിൻ്റെ ക്ലാസ് നോട്ട്സൊക്കെ കേട്ടോ. അത്യാവശ്യം എനിക്ക് നല്ലപോലെ തോന്നി. എന്ന് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ബുക്സ് മോശമാണെന്നല്ല, ബട്ട് ആ സ്റ്റാൻഡേർഡ് ബുക്സ് കാണുമ്പോൾ എനിക്കെന്തോ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റേതായ രീതിയിൽ ഇതുപോലെ സ്മാർട്ടായിട്ട് ചെയ്തേക്കുന്ന കുറച്ച് ക്ലാസ് നോട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അത് തന്നെ റെഫർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എല്ലാത്തിനും അതെ. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് NCERT തന്നെയാണ് കേട്ടോ. ഞാൻ ബൈജൂസിൽ നിന്നായിരുന്നു ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഫുള്ളും ഫസ്റ്റിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് വെച്ചിട്ട് ഞാനിത് ഫുള്ളൊന്നും റെഫർ ചെയ്തിട്ടേ ഇല്ല.
ചിലത് മാത്രമേ ഉള്ളൂ. ബട്ട് എൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് NCERT തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ടെസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം NCERT മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച് അത് വീണ്ടും റിവൈസ് ചെയ്ത് അതാ ഞാൻ. പിന്നെ ലക്ഷ്മികാന്ത് പൊളിറ്റി മാത്രമാണ് സ്റ്റാൻഡേർഡ് ബുക്സ് കൂടുതലും ടൈം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ബുക്സാണ് സ്പെക്ട്രം. ഇത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു 2-3 ടൈമൊക്കെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഈ ബുക്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുക. പിന്നെ ജോഗ്രഫിക്കും എൻ്റെ ക്ലാസ് നോട്ട്സ് മീൻസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ നോട്ട്സും പിന്നെ കുറച്ച് ക്ലാസ് നോട്ട്സ് അറിയാൻ മേലത്തെ ടോപ്പിക്സൊക്കെ പിന്നെ ദെൻ ഇതുപോലെ NCERT തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ റിവൈസ് ചെയ്യും. കാരണം ഈ PYQ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം NCERT ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, അതായത് ലക്ഷ്മികാന്ത് ആ ഒരു ടെക്സ്റ്റ് ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും മറന്നു പോണ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് നോട്ട്സ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കുന്ന ഒരു കാര്യത്തിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യണത്. പിന്നെ നെക്സ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി പ്ലാനറിനകത്ത് നമ്മളുടെ സിലബസ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അത് സിലബസ് എടുത്തിട്ട് സിലബസ് ഇങ്ങനെ സ്മോളായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിലും ഇതുപോലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജേർണി കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമ്മൾ തന്നെ സിലബസ് ഓരോ ഭാഗങ്ങൾ കവർ ചെയ്യുമ്പം ചിലപ്പോൾ മറന്നു പോകുന്ന ടോപ്പിക്സ് ഉണ്ടാവും. അതൊന്ന് പ്രത്യേകം ഇതുപോലെയൊക്കെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ എവിടം വരെ പഠിച്ചു, നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് UPSC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ എങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ബട്ട് അത് ഞാൻ കാണുന്ന ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. കാണുന്ന ടൈമിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമായിരിക്കും. കാരണം എൻ്റെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്ക്സ് നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഒരു ജേർണിയെ കുറിച്ചിട്ട് ഇപ്പോൾ CA ആർട്ടിക്കിൾഷിപ്പിനെയൊക്കെ കുറിച്ചിട്ട് കുറേ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ തിരക്കുന്നവരുണ്ട്. അവരോടാണ് അവരിങ്ങനെ വെറുതെ ഫേക്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട. കാരണം ആ ഒരു ടൈമും കൂടെ നിങ്ങൾ CA ആസ്പിരൻ്റ് ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ടെലിഗ്രാമിലോ ഇൻസ്റ്റയിലോ പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും എവിടെയാണ് എന്താണ് ഞാൻ പഠിച്ചതും എൻ്റെ ഒരു ജേർണിയെക്കുറിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്തു തരാനും ഞാൻ റെഡിയാണ്. ബട്ട് നിങ്ങൾ ജെനുവിനായിട്ടൊരു CA സ്റ്റുഡൻ്റ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെല്ലാം ആഫ്റ്റർ UPSCക്ക് ശേഷം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം എനിക്ക് അതിനുള്ള ടൈമില്ല, അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പിന്നെ തീർത്ത് അതിൻ്റെ പുറകെ പോയി അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ഇപ്പോൾ CA പഠിക്കുമ്പം ആ ഒരു ജേർണി എത്ര ഹെക്റ്റിക്കാന്ന് അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ പുതിയ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കുറേ കമൻറ്റൊക്കെ ചോദിച്ച് എന്തിനാ, ഡയറക്റ്റ് ചോദിക്കാമല്ലോ, ഞാൻ എല്ലാത്തിനും റിപ്ലൈ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തരുന്നുമുണ്ട്. പിന്നെ നല്ല ജെന്യൂനായിട്ട് മെസ്സേജ് അയച്ച് ഹെൽപ്പ് വേണമെന്ന് പറയുന്നവരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ചിലവർ വന്ന് കളിയാക്കിയിട്ട് പോകാറുമുണ്ട്. എൻ്റെ ടൈമും കുറേ വേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ബട്ട് അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇത് പഠിക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മാത്രം ഒരു സ്റ്റഡി മെറ്റീരിയൽസെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ ഒക്കെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ എന്നെപ്പോലെയുള്ള കുറേ പേരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് അതൊന്നുമല്ല. കുറേയൊക്കെ നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ഒരു ആഗ്രഹമാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതും. നമ്മളുടെ ഫ്രണ്ടിലൊരു വ്യക്തമായ ഒരു ഗോൾ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതിന് ചിലവരൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട് എനിക്കതൊരു പ്രോബ്ലമേ അല്ല. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും അതെന്നെ ബോധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അതിനുവേണ്ടി വേസ്റ്റ് ടൈം പുതിയ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് മെസ്സേജൊക്കെ ഇടുന്നവരോട് നിങ്ങൾ വെറുതെ അതിനുവേണ്ടി ടൈം കളയരുത്. ആ ഒരു ടൈമും കൂടെ നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രൗഡ് ഉണ്ടാവും. എല്ലാവരും എല്ലാവരുടെയും ഗോൾസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, നല്ല പോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജേർണി.